നമ്മൾ ഒരു വ്യക്തിയെ പാർലമെന്റിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ അസംബ്ലിയിലേക്ക് അയക്കുന്നത് ഞാൻ നാട്ടു നടപ്പാണ്. ഒന്നുകിൽ അവിടെ എതിർകക്ഷിയെ സംസാരിക്കുമ്പോൾ കൂവി ഇരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുവാൻ വേണ്ടി, അതുമല്ലെങ്കിൽ ശിവതാണ്ഡവം ചെയ്യുവാൻ വേണ്ടി. ഇതിനൊക്കെയാണ് നാം അസംബ്ലിയും അതുപോലെയുള്ള മറ്റിടങ്ങളും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപായി നാം ആദ്യം തന്നെ പോയി അവിടുത്തെ ഹാജർ പുസ്തകത്തിൽ ഒപ്പിടും. എന്നാലേ അന്നത്തെ ഭത്ത കിട്ടുകയുള്ളൂ. അത് വളരെ കൃത്യമായി നാം ചെയ്യാറുണ്ട്. അതും നമ്മുടെ വിപ്ലവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇങ്ങനെ അയക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ട്? നാട്ടുകാർക്കുണ്ട്. ഇല്ല എന്ന് പറയേണ്ടുന്ന ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജനപ്രതിനിധി അസംബ്ലിയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ പോകുന്നത് പ്രശ്നങ്ങളെ ഇഴകീറി മുറിച്ച് ഓരോന്നായി എടുത്ത് അതിന്റെ നന്മതിന്മകളെ കുറിച്ച് യുക്തിസഹമായ രീതിയിൽ പരാമർശിക്കുവാൻ, അതിന്റെ തെറ്റുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ, തള്ളേണ്ടതാണെങ്കിൽ തള്ളുവാൻ, കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളുവാൻ സാമാജികനെ നിർബന്ധിക്കുന്ന തന്റെ വാക്പാടവം കൊണ്ടും യുക്തിജാതിരി കൊണ്ടും ആക്കുവാൻ വേണ്ടിയാണ് ഒരു ജനപ്രതിനിധി അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ പോകുന്നത്. അല്ലാതെ അവിടെ പോയി കുസ്തി പിടിക്കുവാനല്ല. എന്നാൽ ഇതുകൊണ്ട് മാത്രമായോ തന്നെ തിരഞ്ഞെടുത്തയച്ച തന്റെ മണ്ഡലത്തിലെ ബേണിംഗ് പ്രോബ്ലംസ്, ഇമ്മീഡിയറ്റ് ഇഷ്യൂസ്, അവിടുത്തെ ജനങ്ങൾക്ക് അവശ്യം നേരിടേണ്ടി വരുന്ന വിഷമങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കിട്ടുവാൻ വേണ്ടി പ്രയത്നിക്കുകയും കൂടി വേണം. അല്ലാതെ അദ്ദേഹം യുവനെ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടോ അതല്ലെങ്കിൽ ലോകമെങ്ങും ആരാധകരുള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ വാഗ്മി ആയതുകൊണ്ടോ മാത്രം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായ ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം കൊണ്ട് 3 തവണത്തെ പാർലമെന്ററി ജീവിതം കൊണ്ട് തിരുവനന്തപുരക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ണൂർക്കാരനായ ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. കണ്ണൂർക്കാരനായ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 3 തവണയും അദ്ദേഹത്തിന്റെ ഉത്തരോത്തരം വലിയ വലിയ മാർജിനോടുകൂടി പാർലമെന്റിലേക്ക് അയച്ചിട്ടുള്ളത്.